ഹായ് നമസ്കാരം. ഡൽഹിയിലാണുള്ളത്. ഡൽഹിയിൽ യമുനാഘട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് സൺറൈസ് കാണാൻ വന്നതാണ്. തണുപ്പായതുകൊണ്ട് തന്നെ മഞ്ഞും അതുപോലെ പൊല്യൂഷനാണ്. അതുകൊണ്ട് നമുക്ക് സൺറൈസ് കാണാൻ പറ്റിയില്ല. ദേശാടനക്കിളിയെ കാണാൻ സാധിച്ചു. പക്ഷേ ഒരു ഐലാൻഡ് പോലത്തെ ഒരു സംഭവം, ആ ഐലാൻഡിൽ കണ്ട കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാശ്മീരി ഗേറ്റിൽ നിന്നും ഊബർ ബൈക്കാണ് ബുക്ക് ചെയ്തത്. കാശ്മീരി ഗേറ്റിൽ നിന്നും ഏകദേശം 10 മിനിറ്റിനുള്ളിൽ യാത്ര മാത്രമേ യമുനാഘട്ടിലേക്കുള്ളൂ. ഡൽഹിയിലെ പൊല്യൂഷൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത്. കുറച്ച് ദൂരം ചെന്നപ്പോൾ ഞാൻ പോയിരുന്ന ബൈക്കുകാരൻ സ്പീഡ് ലേശം കുറച്ചു. കാഴ്ചകൾ പൊല്യൂഷൻ കൊണ്ട് മൂടിയിരിക്കുന്നു. മുന്നിൽ പോകുന്ന ബൈക്കുകാരനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇന്ന് ഡൽഹിയിലെ പൊല്യൂഷൻ എത്രത്തോളം ഉണ്ടെന്ന്. പെട്ടെന്ന് ബൈക്കുകാരൻ അപ്രത്യക്ഷമായതുപോലെ യമുനാഘട്ടിലേക്കുള്ള പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വിൻ്ററിലെ പതിവ് കാഴ്ചയാണ് ഇങ്ങനെ ഇരുന്ന് ചൂട് കൊള്ളുന്നത്. ഒരുപാട് ടൂറിസ്റ്റുകൾ രാവിലെ തന്നെ ബോട്ടിങ്ങിനും സൂര്യോദയം കാണുന്നതിനും പക്ഷികളെ കാണാനും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. യമുന നദിയെ കാണാത്ത രീതിയിൽ മഞ്ഞും പൊല്യൂഷനും നിറഞ്ഞിരിക്കുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്തായാലും മനസ്സിലായി സൂര്യോദയം കാണാൻ പറ്റില്ല എന്നുള്ളത്. എന്നാൽ പിന്നെ പക്ഷികളെ കാണാം എന്ന് വിചാരിച്ചിട്ട് ബോട്ടിലേക്ക് കയറി. പെർ ഹെഡ് 100 രൂപയാണ് അവർ പറഞ്ഞത്. ബാർഗെയിൻ ചെയ്ത് ഞാനൊരു ബോട്ടിൽ കയറി. എൻ്റെ ബോട്ടിൽ ഏകദേശം 15ഓളം ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ നിൽക്കുന്ന ഭാഗത്തിലെ പുഴയിലെ വെള്ളം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം മൂടിക്കെട്ടിയിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ പക്ഷികളെ അടുത്തേക്ക് തോണി തുഴഞ്ഞ് പോകാൻ തുടങ്ങി. ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു ബോട്ട് വരുന്നത് കാണാൻ സാധിക്കും. ഏകദേശം പുഴയുടെ നടുക്കാണെന്ന് തോന്നുന്നു. ബോട്ടിലിരിക്കുന്നവർ ഒച്ചയിടുന്നുണ്ട്. പക്ഷികൾ പറക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒച്ചയെടുക്കുന്നത്. ചില പക്ഷികൾ പറക്കുന്നതും ചില പക്ഷികൾ ആ വെള്ളത്തിൽ തന്നെ ഇരിക്കുന്നതുമാണ് കണ്ടത്. അതിഗംഭീരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത്. ഈ തുഴയുന്നവരും ഒച്ച ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. ആദ്യം വിചാരിച്ചത് പക്ഷികൾ പറക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഒച്ച ഉണ്ടാക്കുന്നതെന്നാണ്. അവർ വഴി അറിയാൻ വേണ്ടിയിട്ടാണ് ഒച്ച ഉണ്ടാക്കുന്നത്. അതിനനുസരിച്ച് കരയിലുള്ളവർ ഒച്ചയുണ്ടാക്കും. ഈ കാണുന്ന ഐലാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. തോണിക്കാരൻ നമ്മളെ അവിടെ ഇറക്കി വിട്ടിട്ട് അടുത്ത ട്രിപ്പ് എടുക്കാൻ അവൻ പോകും. ഞങ്ങളെ ഐലാൻഡിലാക്കി അവൻ തിരിച്ചുപോയി. ആ ഐലാൻഡിൽ ഒന്നും തന്നെ കാണാനുണ്ടായിരുന്നില്ല. കാരണം ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഭീകരമായ കുറച്ച് കാഴ്ചകൾ കണ്ടു. ഈ കാണുന്നത് അവിടെ ബ്ലാക്ക് മാജിക് ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളാണ്. ആ കറുത്തതായി കാണുന്നത് ഒരു മൃഗത്തെ ബലി കൊടുത്തതാണ്. ഈ മൃഗത്തിൻ്റെ തല അവിടെയല്ല, ഉടല് മാത്രമേ അവിടെ കിടക്കുന്നുള്ളൂ. ഒന്നുകിൽ അത് അവിടെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുഴയിൽ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടാവും. ഒരു പക്ഷിയെ കുഴിച്ചിട്ടിരിക്കുന്നതാണിത്. കോഴിയാണെന്ന് വിചാരിക്കുന്നു. ദുരൂഹതകൾ നിറഞ്ഞ ഒരു ഐലാൻഡ് പോലെ തോന്നി. ഒന്നല്ല, ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരാൾ തന്നെ കൂടുതൽ തവണ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നത് മുമ്പ് എപ്പോഴോ ചെയ്തതിൻ്റെ അവശിഷ്ടങ്ങളാണ്. വളകളാണ് ഈ കാണുന്നത്. ബുദ്ധൻ്റെയും ദുർഗാദേവിയുടെയും ഫോട്ടോ എല്ലാം ഉപയോഗിച്ചിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഐലാൻഡിൽ നിന്ന് നോക്കിയാൽ കാണുന്നത് ഈ ഒരു അമ്പലമാണ്. ഈ വർഷത്തെ പ്രളയത്തിൽ ഈ അമ്പലം ഇടിഞ്ഞു പൊളിഞ്ഞു പോയതാണെന്ന് അറിയാൻ സാധിച്ചു. ഒട്ടുമിക്കവർക്കും യമുനാഘട്ടിൽ പോയാൽ ഇതുതന്നെയാണ് കാണാൻ സാധിക്കുക. യമുനാഘട്ടിൻ്റെ പരിസരങ്ങളെല്ലാം വൃത്തികേടായി തന്നെയാണ് കിടക്കുന്നത്. ഏകദേശം 9 മണിയായപ്പോൾ ഇക്കരയ്ക്ക് തിരിച്ചെത്തിയപ്പോൾ സൂര്യനെ വെള്ളപ്പൊട്ടുപോലെ കാണാൻ തുടങ്ങി. ഇതിലൂടെ പൊല്യൂഷൻ്റെ തീവ്രത കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഡൽഹിയിലെ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ ജനുവരി പകുതിക്ക് ശേഷം ഡൽഹിയിലെ കാഴ്ചകൾ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.